ബി.ജെ.പിക്ക് മുൻപെങ്ങുമില്ലാത്ത വിധം ജനപിന്തുണ ലഭിച്ചിട്ടും പാർട്ടിയിലെ തമ്മിലടിക്ക് ഒരു കുറവുമില്ല. മറ്റു പാർട്ടികളെ അപേക്ഷിച്ച് ബി.ജെ.പിയുടെ കേരള ഘടകത്തിൽ വലിയ ഗ്രൂപ്പ് തിരിവാണുള്ളത്. അതാണ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് വിലങ്ങുതടിയാകുന്നതും. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മുൻ സംസ്ഥാന അധ്യക്ഷൻ ജയിക്കും എന്ന് പ്രമുഖ ചാനലുകൾ ഉൾപ്പെടെ നടത്തിയ സർവേകളിൽ വ്യക്തമാക്കിയിട്ടും തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ കുമ്മനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ മന്ത്രിയാക്കുമെന്ന പ്രഖ്യാപനം നടത്താതിരുന്നത്? ഇത് പാർട്ടിക്കുള്ളിലും മുന്നണിയിലും വലിയ ചർച്ചയായിട്ടുണ്ട്. പാർട്ടിയിലെ കരുത്തനും എം.പിയുമായ വി മുരളീധരൻ്റെ എതിർപ്പിനെ തുടർന്നാണ് കുമ്മനം വിജയിച്ചാൽ തലസ്ഥാനത്ത് നിന്നൊരു കേന്ദ്രമന്ത്രി എന്ന പ്രഖ്യാപനം മോദി നടത്താതിരുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. കുമ്മനത്തെ മന്ത്രിയാക്കും എന്ന പ്രഖ്യാപനം നടത്തിയാൽ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ നിന്നടക്കം വിട്ടുനിൽക്കുമെന്ന് വി മുരളീധരനും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നവരും കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതായാണ് സൂചന. മഹാരാഷ്ട്രയിൽ നിന്ന് രാജ്യസഭാ എം.പിയായ വി മുരളീധരൻ്റെ മന്ത്രി കസേരയ്ക്ക് അറിയാതെയാണെങ്കിലും ആദ്യം തടയിട്ടത് കുമ്മനമാണ്. കുമ്മനം മേഘാലയ ഗവർണറായതുകൊണ്ടാണ് വി മുരളീധരനെ കേന്ദ്ര മന്ത്രിസഭയിൽ എടുക്കാതിരുന്നത്. പാർട്ടിക്ക് ഒരു എം.പി പോലും ഇല്ലാത്ത സംസ്ഥാന ഘടകത്തിൽ നിന്ന് ഗവർണർ പദവി നൽകിയതിനാൽ കേന്ദ്രമന്ത്രിസഭയിൽ ഇടം നൽകേണ്ടെന്ന് ദേശീയ നേതൃത്വവും തീരുമാനിച്ചു എന്നാണ് അറിവ്. പൊതുതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി ജയിക്കും, എൻ.ഡി.എ അധികാരത്തിൽ വരികയും ചെയ്യും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് വി മുരളീധരൻ. ആ സ്ഥിതിക്ക് കുമ്മനത്തെ മന്ത്രിയാക്കുമെന്ന് പ്രഖ്യാപിച്ചാൽ തൻ്റെ മന്ത്രിസ്ഥാനം വെള്ളത്തിലാകുമെന്ന് മുരളീധരൻ മുന്നേ കണക്കുകൂട്ടി. തെരഞ്ഞെടുപ്പിനിടെ പാർട്ടിയിൽ കലഹം വേണ്ട എന്ന് തീരുമാനിച്ച ദേശീയ നേതൃത്വം ഇടപെട്ട് കുമ്മനത്തെ മന്ത്രിയാക്കുമെന്ന പ്രഖ്യാപനം അവസാന നിമിഷം ഒഴിവാക്കുകയായിരുന്നു. പ്രഖ്യാപനം നടത്തിയാൽ അത് നടപ്പിലാക്കണം. അതോടെ വി മുരളീധരൻ ഇടയും. നെഹ്റു യുവകേന്ദ്രയുടെ അധ്യക്ഷനായിരുന്ന കാലം മുതൽ മുരളീധരനൊപ്പം പ്രവർത്തിച്ചയാളാണ് ഇന്നത്തെ ബി.ജെ.പി ദേശീയ നേതാക്കളിൽ പലരും. അവരിൽ ചിലരൊക്കെ മന്ത്രിമാരുമാണ്. അതിനാൽ കേരളത്തിലെ ഏത് ബി.ജെ.പി നേതാവിനേക്കാളും ഡൽഹിയിൽ കരുത്തനാണ് വി മുരളീധരൻ. അദ്ദേഹം പറയുന്നത് ദേശീയ നേതൃത്വം അതിൻ്റെ ഗൗരവത്തിലെടുക്കും. ശബരിമല യുവതീ പ്രവേശനത്തിൽ ബി.ജെ.പിക്ക് കൂടുതൽ പിന്തുണ നൽകിയവരാണ് തിരുവനന്തപുരത്തുകാർ. സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രസംഗത്തിൽ മോദി ശബരിമലയെക്കുറിച്ച് അധികം സംസാരിച്ചുമില്ല. തൊട്ടടുത്ത ദിവസം സംസ്ഥാന അധ്യക്ഷൻ പി.എസ്. ശ്രീധരൻപിള്ള ആലപ്പുഴയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: യുവതീ പ്രവേശനത്തിൽ കേന്ദ്ര സർക്കാരിന് ഒന്നും ചെയ്യാനില്ല. ഓർഡിനൻസ് ഇറക്കുമെന്ന് മുൻപ് പറഞ്ഞ മറ്റ് ബി.ജെ.പി നേതാക്കൾ ആരും അതിനെ തിരുത്താൻ തയ്യാറായില്ല. അതും ശ്രദ്ധേയമാണ്. അതേസമയം ബി.ജെ.പി വീണ്ടും അധികാരത്തിലെത്തിയാൽ ഭക്തരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റും എന്ന് തിരുവനന്തപുരത്ത് എത്തും മുൻപ് മോദി പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.